കടൽപ്പായൽ സീവീഡ് ഒരുപാട് ആരോഗ്യഗുണങ്ങളുള്ള ഒരു ഭക്ഷണമാണ്. കടൽപ്പായൽ പോഷകങ്ങളുടെ കലവറയാണ്. ഇത് പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ആരോഗ്യം. തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് അത്യാവശ്യമായ അയഡിൻ ധാരാളമായി കടൽപ്പായലിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം സുഗമമാക്കാൻ സഹായിക്കുന്നു. ആന്റിഓക്സിഡന്റ്സ്, ഫ്ലേവനോയിഡുകൾ, കരോട്ടിനോയിഡുകൾ, പോളിഫെനോളുകൾ, ഫ്യൂക്കോസാന്തിൻ തുടങ്ങിയ ആന്റിഓക്സിഡന്റുകൾ ഇതിൽ ധാരാളമുണ്ട്. ഇത് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ ചെറുക്കാനും കോശങ്ങളുടെ നാശനഷ്ടങ്ങൾ തടയാനും സഹായിക്കുന്നു. ഡൈജസ്റ്റീവ് ഹെൽത്ത്. ഇതിലെ ഫൈബറും പ്രീബയോട്ടിക്സും കുടലിലെ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ദഹനവ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും മലബന്ധം, വയറിളക്കം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയാനും സഹായിക്കും. ഹാർട്ട് ഹെൽത്ത്. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, നാരുകൾ, ആന്റിഓക്സിഡന്റുകൾ എന്നിവ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും ചീത്ത കൊളസ്ട്രോൾ LDL കുറയ്ക്കുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം. ഇതിലെ ഫൈബറും ഫ്യൂക്കോസാന്തിനും രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് സാവധാനത്തിലാക്കാൻ സഹായിക്കുന്നതിനാൽ പ്രമേഹമുള്ളവർക്ക് നല്ലതാണ്. ശരീരഭാരം നിയന്ത്രിക്കാൻ. കുറഞ്ഞ കലോറിയും ഉയർന്ന നാരുകളും ഉള്ളതിനാൽ വിശപ്പ് കുറയ്ക്കാനും അതുവഴി ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് സഹായിച്ചേക്കാം. വിറ്റാമിനുകളും ധാതുക്കളും. വിറ്റാമിൻ A, C, E, K, B ഗ്രൂപ്പ് വിറ്റാമിനുകൾ, പ്രത്യേകിച്ച് B12 ചിലതരം കടൽപ്പായലുകളിൽ, കാൽസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, സിങ്ക്, സെലിനിയം തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. പോഷകവിവരങ്ങൾ. പ്രോട്ടീൻ. ചില കടൽപ്പായലുകളിൽ, പ്രത്യേകിച്ച് ചുവന്ന ആൽഗകളിൽ നല്ല അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. കൊഴുപ്പ് കുറവാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ EPA, DHA ചെറിയ അളവിലുണ്ട്. വിറ്റാമിൻ B12. സസ്യാഹാരികൾക്ക് വിറ്റാമിൻ B12 ലഭിക്കാനുള്ള ഒരു സ്രോതസ്സായി കടൽപ്പായൽ കണക്കാക്കാറുണ്ടെങ്കിലും മനുഷ്യ ശരീരത്തിന് ഇത് എത്രത്തോളം ആഗിരണം ചെയ്യാൻ കഴിയുമെന്നതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ആവശ്യമാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അയഡിൻ അളവ്. കടൽപ്പായലിൽ അയഡിൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് അമിതമായി കഴിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചേക്കാം. പ്രത്യേകിച്ച് കോംബൂക്ക് പോലുള്ള ചില ഇനങ്ങളിൽ അളവ് വളരെ കൂടുതലാണ്. കടൽപ്പായൽ വളരുന്ന സമുദ്രജലത്തിന്റെ ശുചിത്വം അനുസരിച്ച് കാഡ്മിയം, ആഴ്സനിക് തുടങ്ങിയ കനത്ത ലോഹങ്ങൾ ചെറിയ അളവിൽ ഇതിലടങ്ങിയിരിക്കാൻ സാധ്യതയുണ്ട്. മരുന്നുകളുമായുള്ള പ്രതിപ്രവർത്തനം. വിറ്റാമിൻ K അടങ്ങിയിരിക്കുന്നതിനാൽ രക്തം കട്ടപിടിക്കുന്നത് തടയാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഭക്ഷണക്രമത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡയറ്റീഷ്യനുമായോ ഡോക്ടറുമായോ സംസാരിക്കുന്നത് ഉചിതമാണ്.